Hi everyone, welcome to One Stop Mathematical Solution. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സെറ്റ് എക്സാം ജൂലൈ 2012 ക്വസ്റ്റ്യൻ പേപ്പറാണ്. So first question നോക്കാം. Question 29. The function z power 6 minus 1 divided by z minus 1 whole square. Z element of C z not equal to 1 has at z equal to 1. സോ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ ഇസഡ് ഈക്വൽ ടു 1ൽ ഇതിൻ്റെ സിംഗുലാരിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് നോക്കാം. സോ ഇഫ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് എക്സിസ്റ്റ് ഫൈനൈറ്റ്ലി, എഫ് ഓഫ് ഇസഡ് ഹാസ് റിമൂവബിൾ സിംഗുലാരിറ്റി അറ്റ് ഇസഡ് നോട്ട്. Limit z tend to z naught f of z exists infinitely, f of z has pole at z naught. If limit z tends to z naught f of z does not exist finitely nor infinitely, then f of z has essential singularity at z naught. പോൾ ആണെങ്കിൽ നമുക്കതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാം. നമ്മൾ ഈ ഫോമുലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇഫ് ലിമിറ്റ് ഇസഡ് ടെൻ ടു ഇസഡ് നോട്ട് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഹോൾ പവർ എം എഫ് ഓഫ് ഇസഡ് എക്സിസ്റ്റ് ഫൈനൈറ്റ്ലി, എസെൻഷ്യലി ആ വാല്യൂ നോൺ സീറോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഇസഡ് ഹാസ് പോൾ ഓഫ് ഓർഡർ എം അറ്റ് ഇസഡ് നോട്ട്. പോൾ ഓഫ് ഓർഡർ 1നെ നമ്മൾ സിമ്പിൾ പോൾ എന്ന് വിളിക്കും. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നമുക്ക് എഫ് ഓഫ് ഇസഡ് തന്നിട്ടുണ്ട് ഇസഡ് പവർ 6 മൈനസ് 1 ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ. സോ ഇത് റിമൂവബിൾ സിംഗുലാരിറ്റി ആണോ പോളാണോ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ലിമിറ്റ് ഇസഡ് ടെൻ ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് താഴത്ത് ഡിനോമിനേറ്റർ ഇക്വേറ്റ് ടു 0 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. ഇവിടെ നമുക്ക് ഓൾറെഡി ഇസഡ് ഈക്വൽ ടു 1 പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഇസഡ് ഈക്വൽ ടു 1 പോയിന്റിൽ ചെക്ക് ചെയ്യാണ്. സോ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 എഫ് ഓഫ് ഇസഡ് എടുക്കുകയാണ്. എഫ് ഓഫ് ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0/0 ഫോമാണ് കിട്ടുന്നത്. സോ നമ്മളിവിടെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാണ്. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 6 z power 5 divided by 2 into z minus 1. ഇപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1/0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. സോ ദ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ഇൻഫൈനൈറ്റ്ലി ആണ്. സോ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ഇൻഫൈനൈറ്റ്ലി ആണെങ്കിൽ നമുക്കറിയാം എഫ് ഓഫ് ഇസഡ് ഹാസ് പോൾ അറ്റ് ഇസഡ് നോട്ട്. സോ ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് പോൾ ഓഫ് എഫ് ഓഫ് ഇസഡ് ആണ്. സോ പോൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുകയാണ്. സോ ഓർഡർ കണ്ടുപിടിക്കാൻ നമ്മളിത് കൊടുത്തു ഈ ഫോമുലയാണ് യൂസ് ചെയ്യണത്. സോ ഇവിടെ ഞാൻ എമ്മിന് ഞാൻ 1ൻ്റെ വാല്യൂ കൊടുക്കുകയാണ്. സോ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 ഇസഡ് മൈനസ് 1 ഇൻറ്റു ഇസഡ് പവർ 6 മൈനസ് 1 ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 ഇസഡ് പവർ 6 മൈനസ് 1 ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 1 ആണ്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0/0 ഫോമാണ്. സോ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക. സോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 6 ഇസഡ് പവർ 5 ഡിവൈഡ് ബൈ 1. സോ ഇപ്പോൾ നമ്മൾ വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 6 ആണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ ഇത് 6 ആണ്. നമുക്കൊരു നോൺ സീറോ വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ 1 ആണ്. ബിക്കോസ് നമ്മളിവിടെ എം ഈക്വൽ ടു 1 എന്നാണ് എടുത്തിരിക്കുന്നത്. സോ പോൾ ഓഫ് ഓർഡർ 1 എന്ന് പറയുന്നത് സിമ്പിൾ പോളാണ്. സോ ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് സിമ്പിൾ പോളാണ് ഫോർ എഫ് ഓഫ് ഇസഡ്. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് 1 ആണ്. Next question, question 35. If gamma of t is equal to 1 plus 2 e per it, 0 less than or equal to 2 less than or equal to 2 pi, then 1/2 pi I integral over gamma z square plus 3 divided by z minus 2 dz as the value. സോ നമുക്കിവിടെ ഒരു കർവ് ഗാമ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് നോക്കാം. കാഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് സിംഗുലാരിറ്റി പോയിൻ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ലൈസ് ഇൻസൈഡ് ദ കർവ് സി ആണെങ്കിൽ
1 by 2 pi I integral over c f of z by z minus z naught dzൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് z naught ആണ്. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നമുക്ക് ഗാമ എന്ന് പറയുന്ന കർവ് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഗാമ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 ഇ പവർ ഐ ടി. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സർക്കിൾ ഓഫ് റേഡിയസ് 2 ആൻഡ് സെൻറ്റർ 1 0 ആണ്. സോ ഇതിന് നമ്മൾ ഇൻ ടേംസ് ഓഫ് ഇസെഡ് ആയിട്ട് എഴുതാണ്. സോ ഗാമ എന്ന് പറയുന്നത് മോഡ് ഇസെഡ് മൈനസ് 1 ഈക്വൽ ടു 2. സോ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 1 by 2 pi I ഇൻ്റഗ്രൽ ഓവർ ഗാമ ഇസെഡ് സ്ക്വയർ പ്ലസ് 3 by ഇസെഡ് മൈനസ് 2 ആണ്. സോ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ അകത്തുള്ള വാല്യൂസിന് നമ്മൾ സിംഗുലർ പോയിൻ്റ് കണ്ടുപിടിക്കണം. സിംഗുലർ പോയിൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിനോമിനേറ്റർ ഇക്വേറ്റ് ടു 0 ചെയ്യണം. സോ ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇസെഡ് മൈനസ് 2 ഈക്വൽ ടു 0 കിട്ടും. സോ ഇവിടെ നിന്ന് നമുക്ക് ഇസെഡ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ 2 ആണ് നമ്മുടെ സിംഗുലർ പോയിൻ്റ്. സോ ഇപ്പോൾ സിംഗുലർ പോയിൻ്റ് ലൈസ് ഇൻസൈഡ് ഗാമയാണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ചെക്ക് ചെയ്യാൻ നമ്മൾ ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഈ പോയിന്റിൽ, ഇസെഡ് എന്ന് പറയുന്ന പോയിന്റിൽ. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ മോഡ് 2 മൈനസ് 1. സോ അത് കിട്ടുന്ന വാല്യൂ 1 ആണ്. സോ 1 എന്ന് പറയുന്നത് 2-നേക്കാളും ചെറുതാണ്. സോ ഇറ്റ് ലൈസ് ഇൻസൈഡ് ആണ്. സോ 2 ലൈസ് ഇൻസൈഡ് ഗാമ. സോ ഇപ്പോൾ നമ്മൾ കോഷി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാണ്. Therefore 1 by 2 pi I integral over gamma z square plus 3 divided by z minus 2 dz എന്ന് പറയുന്നത് ഈക്വൽ ടു എഫ് ഓഫ് 2 ആണ്. ഇവിടെ എഫ് ഓഫ് z എന്ന് പറയുന്നത് z സ്ക്വയർ പ്ലസ് 3 ആണ്. സോ നമ്മൾ 2 ഇൻ പ്ലേസ് ഓഫ് z കൊടുക്കുകയാണ് ഇവിടെ. സോ കൊടുക്കുമ്പോൾ നമുക്ക് 2 സ്ക്വയർ പ്ലസ് 3 ദാറ്റ് ഈസ് 4 പ്ലസ് 3 ഈക്വൽ ടു 7. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തേർഡ് വൺ ആണ്. Next question, question 36. If mod a less than 1, the Mobius transformation z minus a by 1 minus a bar z maps the disk D is equal to set of all z such that mod z less than 1 onto. So നമുക്കൊരു മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ ഡിസ്കിനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യണമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോൺസെപ്റ്റ്സ് നോക്കാം. സോ ഇത് നമുക്കൊരു ജനറൽ റിലേഷനാണ് തന്നിട്ടുള്ളത്. സോ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എക്സാമിന്. സോ ഫസ്റ്റ് കോൺസെപ്റ്റ്, ദ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ ഇ പവർ ഐ തീറ്റ ഇസെഡ് മൈനസ് എ ബൈ ഇസെഡ് മൈനസ് എ ബാർ where imaginary part of a is greater than 0 maps imaginary z greater than or equal to 0 onto mod z less than or equal to 1. സോ ഇത് പറയുന്നത് നമുക്ക് ഒരു മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനത്തെ ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ ഇമാജിനറി പാർട്ട് ഓഫ് ഇസെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മാപ്സ് ടു മോഡ് ഇസെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സിമിലർലി ദ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ ഇ പവർ ഐ theta z minus a by z plus a bar where real part of a less than or equal to 0 maps real part z greater than or equal to 0 onto mod z less than or equal to 1. Third concept, the Mobius transformation e power I theta z minus a by 1 minus a bar z where modulus a less than 1 maps the disk D is equal to mod z ലെസ് ദാൻ ഓർ ഇക്വൽ ടു 1 ഓൺ ടു ഇറ്റ് സെൽഫ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ തേർഡ് കോൺസെപ്റ്റിൻ്റെ ഫോമിലാണ് ഇരിക്കുന്നത്. സോ ദ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഡിസ്കിനെ ആ ഡിസ്കിനോട് തന്നെയാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. ഇപ്പോൾ സോ ഡി എന്ന് പറയുന്നത് മോഡ് ഇസ് ലെസ് ദാൻ 1 ആണ്. സോ ഈ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ മാപ്സ് ദ ഡിസ്ക് ഡി ഓൺ ടു ഇറ്റ് സെൽഫ്, ദാറ്റ് ഡി ഈസ് മാപ്പ് ടു D. So first one ആണ് correct. Next question, question 37. Let f be an analytic function in the disk set of all z such that mod z less than 1 with f of 0 is equal to 0 and mod f of z less than or equal to 1 for all z in the disk. Then which of the following doesn't hold? So നമുക്കൊരു analytic function തന്നിട്ടുണ്ട് in the disk വിത്ത് സർട്ടൻ കണ്ടീഷൻസ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഹോൾഡ് ചെയ്യാത്തത് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് നോക്കാം. ഷ്വാർട്സ് ലെമ്മ, എഫ് ഓഫ് ഇസഡ് അനാലിറ്റിക് ഇൻ ഡിസ്ക് ഡി mod z less than r and mod f of z less than or equal to m for every z element of D
Then mod f of z is less than or equal to m by r mod z. Second concept, application of Schwarz lemma. Mod f dash of z less than or equal to 1 minus mod f of z square divided by 1 minus mod z square. So ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡി ഡിസ്ക് എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് മോഡ് ഇസഡ് ലെസ് ദാൻ 1 ആണ്. സോ ആർ എന്ന് പറയുന്നത് നമുക്കിവിടെ 1 ആണ്. ആൻഡ് മോഡ് എഫ് ഓഫ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് ഫോർ എവറി ഇസഡ് ഇൻ ഡി. സോ ഇവിടെ എം എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് എഫ് ഓഫ് സീറോയുടെ വാല്യൂ 0 ആണ്. നോട്ട് ചെയ്യുക. സോ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് വാല്യൂ കണ്ടുപിടിക്കാൻ. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് 1/4ൻ്റെ വാല്യൂ ആണ്. സോ അത് കണ്ടുപിടിക്കാൻ ഞാൻ ഷോർട്ട്സ് ലെമ്മ യൂസ് ചെയ്യാണ്. സോ മോഡ് എഫ് ഓഫ് 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ എമ്മും ആറും 1 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അവിടെ. സോ 1/1 mod 1/4 that is equal to 1/4 എന്ന് കിട്ടും. ദാറ്റ് ഇസ് മോഡ് എഫ് ഓഫ് 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 എന്ന് കിട്ടും. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ മോഡ് എഫ് ഡാഷ് ഓഫ് സീറോയുടെ വാല്യൂ ആണ്. സോ അത് കണ്ടുപിടിക്കാൻ ആപ്ലിക്കേഷൻ ഓഫ് ഷോർട്ട്സ് ലെമ്മ യൂസ് ചെയ്യുക. സോ മോഡ് എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എഫ് ഓഫ് 0 ഹോൾ സ്ക്വയർ 1 മൈനസ് മോഡ് 0 ഹോൾ സ്ക്വയർ. നമുക്കറിയാം എഫ് ഓഫ് 0യുടെ വാല്യൂ 0 എന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. ദാറ്റ് ഈസ് മോഡ് എഫ് ഡാഷ് ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നുണ്ട്. ആൻഡ് തേർഡ് ഓപ്ഷൻ മോഡ് എഫ് ഓഫ് 1/2യുടെ വാല്യൂ ആണ്. മോഡ് എഫ് ഓഫ് 1/2യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഷോർട്ട്സ് ലെമ്മ യൂസ് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ ചെയ്ത മാതിരി തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മോഡ് എഫ് ഓഫ് 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. സിമിലർലി മോഡ് എഫ് ഓഫ് മൈനസ് 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. സോ ഇപ്പം നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ നമുക്ക് എല്ലാം ലെസ് ദാൻ ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ സിയിൽ മാത്രമേ ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ തന്നിട്ടുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ഡസിൻ ഹോൾഡ്. ദാറ്റ് ഈസ് കറക്റ്റ് ഓപ്ഷൻ. Next question, question 38. Let f be an entire function with mod f of z tends to 1 as mod z tends to infinity. Then f of 0 has value. സോ നമുക്കൊരു എൻറ്റയർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് സീറോയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു എൻറ്റയർ ഫംഗ്ഷൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. സോ നമ്മൾ അറിയാവുന്ന എൻറ്റയർ ഫംഗ്ഷനൊക്കെ കൊടുത്തു നോക്കുക. പോളിനോമിയൽ, എക്സ്പൊണൻഷ്യൽ, അങ്ങനെ കുറേ ട്രിഗ്നോമെട്രീസ് അങ്ങനെയൊക്കെ കൊടുത്തു നോക്കുമ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ഫംഗ്ഷനാണോ ആ ഫംഗ്ഷൻ നിങ്ങൾ ഈ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇ പവർ ഐ ഇസഡ് ആണ്. നമുക്കറിയാം എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എൻറ്റയർ ആണ്. ദാറ്റ് ഈസ് അനാലിറ്റിക് എവ്രിവെയർ. സോ ഇപ്പോൾ ഞാൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് നോക്കണം. സോ ഇപ്പോൾ മോഡ് എഫ് ഓഫ് ഇസഡ് എടുക്കുകയാണ്. നമുക്കറിയാം മോഡ് എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ 1 ആണ്. ഇറ്റ് ഈസ് ഓൾവേസ് 1. ഇസഡ് ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ അത് 1 ആണ്. സോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എഫ് ഓഫ് സീറോയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അതായത് 0 കൊടുക്കുക ഈ ഇസഡിന് പകരം. സോ നമുക്ക് കിട്ടുന്നത് ഇ പവർ 0. ഈ എനിത്തിങ് റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് എഫ് ഓഫ് സീറോയുടെ വാല്യൂ 1 കിട്ടിയിട്ടുണ്ട്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ഇതേപോലെ ഏതൊരു എൻറ്റയർ ഫംഗ്ഷനും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 40. A Mobius transformation different from identity has. സോ ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ അല്ലാത്ത ഒരു മൊബിയസ് ട്രാൻസ്ഫോർമേഷന് എത്ര ഫിക്സഡ് പോയിൻ്റ് ഉണ്ടെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം ഒരു മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും 2 ഫിക്സഡ് പോയിൻ്റ് ഉണ്ടാവും. സോ ഇവിടെ നമുക്ക് അറ്റ്മോസ്റ്റ് 2 ഫിക്സഡ് പോയിൻ്റ് ആണ് ശരി ഉത്തരം. ദാറ്റ് ഈസ് തേർഡ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 41. Which of the following is an irreducible polynomial of Z2? സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് Z2ൽ ഇറെഡ്യൂസിബിൾ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് നോക്കാം. എഫ് ഇസ് എ ഫീൽഡ് ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് എ സെറ്റ് ഓഫ് പോളിനോമിയൽസ് ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. Then f of x is irreducible over f if and only if f doesn't have a 0 over f. സോ എഫിന് സൊല്യൂഷൻ ഇല്ലെങ്കിൽ എഫിൽ, ക്യാപിറ്റൽ എഫിൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത് ഇറെഡ്യൂസിബിൾ ഓവർ എഫ് ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ Z2 ആണ് നമ്മുടെ തന്നിരിക്കുന്ന ഫീൽഡ്. സോ അതിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 0, 1 ആണ്. സോ തന്നിരിക്കുന്ന പോളിനോമിയൽ നമ്മൾ ഈ 2 എലമെൻറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 എലമെൻറ്റ്സിലും നമുക്ക് നോൺ സീറോ വാല്യൂ കിട്ടണം. അങ്ങനെയാണെങ്കിൽ അത് ഇറെഡ്യൂസിബിൾ ആയിരിക്കും.
സീറോ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ടേക്കിംഗ് മോഡുലസ് 2 അങ്ങനെയാണെങ്കിൽ അത് സീറോ ഇറെഡ്യൂസിബിൾ അല്ല. സോ ഇപ്പം നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1. ഇവിടെ ഞാൻ എഫ് ഓഫ് 0 കൊടുക്കുകയാണ്. 0 കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് 1 ആണ്. എഫ് ഓഫ് 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. 2 മോഡുലോ 2 എന്ന് പറയുന്നത് 0 ആണ്. സോ 1 എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് എക്സിൻ്റെ 0 ആണ്. സോ എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് പറയുന്നത് റെഡ്യൂസിബിൾ ഓവർ Z2 ആണ്. ഇവിടെ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ ചെയ്തിട്ടില്ല. അത് ഒബ്വിയസ്ലി ഒരു റെഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ Z2 ആണ്. അത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഓപ്ഷൻ സിയും ഡിയും നോക്കാം. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പവർ 4 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1. സോ ഇപ്പോൾ ഞാൻ എഫ് ഓഫ് 0യുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. ആൻഡ് എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 3 ആണ്. സോ 3 മോഡുലോ 2 എന്ന് പറയുന്നത് 1 ആണ്. സോ രണ്ട് വാല്യൂസിൽ നമുക്ക് നോൺ സീറോ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് ഇറെഡ്യൂസിബിൾ ഓവർ Z2 ആണ്. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പവർ 4 പ്ലസ് എക്സ് പ്ലസ് 1. സോ ഇപ്പോൾ നമ്മൾ എഫ് ഓഫ് 0യുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അത് 1 ആണ്. എഫ് ഓഫ് 1ൻ്റെ വാല്യൂ സിമിലർലി 1 ആണ്. സോ രണ്ട് നോൺ സീറോ വാല്യൂ ആണ്. സോ ഇതിന് നമുക്ക് 0 ഇല്ല ഓവർ Z2. ദെയർഫോർ എക്സ് പവർ 4 പ്ലസ് എക്സ്, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ എക്സ് ആണ്, പ്ലസ് 1 ഇസ് ഇറെഡ്യൂസിബിൾ ഓവർ Z2. സോ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഇറെഡ്യൂസിബിൾ പോളിനോമിയലായിട്ട് കിട്ടിയിട്ടുണ്ട്, സിയും ഡിയും. സോ ഓപ്ഷൻസ് 3 ആൻഡ് 4 ആണ് നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 46. ലെറ്റ് phi ഫ്രം Z to Q be homomorphism of ring. Z എന്ന് പറയുന്നത് റിംഗ് ഓഫ് ഇൻറ്റീജേഴ്സ്, Q എന്ന് പറയുന്നത് റിംഗ് ഓഫ് റാഷണൽസ്. Suppose that phi of Z not equal to 0, then which of the following is true about kernel phi? So നമുക്കൊരു ഹോമോമോർഫിസം ഓഫ് റിങ്സ് തന്നിട്ടുണ്ട്. ആൻഡ് phi of Z നോൺ സീറോ ആണ് ഫോർ Z എലമെൻറ്റ് ഓഫ് Z. അങ്ങനെയാണെങ്കിൽ കേർണൽ ഫൈൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് നോക്കാം. ടി ഫ്രം യു ടു വി എന്ന് പറയുന്നത് ഹോമോമോർഫിസം ആണെങ്കിൽ ടി മാപ്സ് ഐഡൻറ്റിറ്റി ടു ഐഡൻറ്റിറ്റി ആണ്, ഇൻവേഴ്സ് എലമെൻറ്റ് ടു ഇൻവേഴ്സ് എലമെൻറ്റ്സ് ആണ്. ആൻഡ് കേർണൽ ടി എന്ന് പറയുന്നത് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ യു സച്ച് ദാറ്റ് ടി മാപ്സ് ദാറ്റ് എലമെൻറ്റ്സ് ടു ദി ഐഡൻറ്റിറ്റി ഓഫ് വി. സോ ഇതിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടി ഏതൊക്കെ എലമെൻറ്റ്സിനാണോ വീൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യണേ ആ എലമെൻറ്റ്സ് ഒക്കെ വരും. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് phi എന്ന് പറയുന്നത് Z to Q എന്ന് പറയുന്നൊരു റിംഗ് ഹോമോമോർഫിസം ആണ്. ആൻഡ് phi of Z നോൺ സീറോ ആണ്. സോ കേർണൽ ഓഫ് phi എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ Z in Z സച്ച് ദാറ്റ് phi of Z is mapped to identity of V. ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ ദാറ്റ് ഇസ് phi of Z is equal to 0. ഇവിടെ നമുക്ക് ഓൾറെഡി phi of Z നോൺ സീറോ എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് നോൺ സീറോ വാല്യൂക്ക് അത് ഈക്വൽ ടു 0 വരുന്നില്ല. സോ നമുക്കറിയാം ഹോമോമോർഫിസം എന്ന് പറയുന്നത് എപ്പോഴും ഐഡൻറ്റിറ്റിനെ ഐഡൻറ്റിറ്റിയിലോട്ടാണ് മാപ്പ് ചെയ്യണത്. ഇസഡിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ phi of 0ക്ക് മാത്രമേ അതിൻ്റെ വാല്യൂ 0 കിട്ടുന്നുള്ളൂ. സോ കേർണൽ ഫൈലെ എലമെൻറ്റ് എന്ന് പറയുന്നത് 0 മാത്രമേ ഉള്ളൂ. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തേർഡ് വൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 47. ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ഫീൽഡ് ഓഫ് കോംപ്ലെക്സ് നമ്പർ എസ്. സോ കോംപ്ലെക്സ് നമ്പർ ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോൺസെപ്റ്റ്സ് നോക്കാം. എ ഫീൽഡ് എഫ് ഇസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് P, a non-zero value, if P is the smallest positive integer such that P into alpha is equal to 0 for every alpha element of F. So ഒരു ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് P ആയിരിക്കും, അതൊരു നോൺ സീറോ വാല്യൂ ആയിരിക്കും ഇഫ് നമുക്കൊരു ചെറിയ പോസിറ്റീവ് ഇൻറ്റീജർ കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് P ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കണം ഫോർ എവറി എലമെൻറ്റ് ഇൻ എഫ്. അങ്ങനെ ഒരു ഇൻറ്റീജർ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇപ്പോൾ നമുക്ക് കോംപ്ലെക്സ് നമ്പറിൻ്റെ ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കാണ് വേണ്ടത്. സോ ഞാനൊരു ആൽഫ എലമെൻറ്റ് ഓഫ് സി എടുക്കുകയാണ് സച്ച് ദാറ്റ് പി ആൽഫ ഇസ് ഈക്വൽ ടു 0. സോ ആൽഫ എന്ന് പറയുന്നത് കോംപ്ലെക്സ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് എ പ്ലസ് ഐ ബി ഫോമായിട്ട് എഴുതാം. സോ ദിസ് ഇംപ്ലൈസ് പി ഇൻറ്റു എ പ്ലസ് ഐ ബി ഇസ് ഈക്വൽ ടു 0. ഇപ്പം ഞാൻ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ബോത്ത് സൈഡ്സ് ഇക്വേറ്റ് ചെയ്യാണ്. സോ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്
PA is equal to 0 and PB is equal to 0. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റീജർ കിട്ടണം സച്ച് ദാറ്റ് ദിസ് ഇക്വേഷൻ ബിക്കംസ് ത്രൂ. പക്ഷേ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് 0ൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ. പക്ഷെ നമുക്ക് പോസിറ്റീവ് ഇൻറ്റീജറാണ് വേണ്ടത്. സോ ഇവിടെ നമുക്കൊരു അങ്ങനത്തെ ഒരു പി കിട്ടുന്നില്ല. സോ നമ്മുടെ കോംപ്ലക്സ് ഫീൽഡ് എന്ന് പറയുന്നത് ഇസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0. ഇപ്പം നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. Next question, question 48. Let A be algebraic and B be a transcendental over field F, then which of the following is not true? So A എന്ന് പറയുന്നൊരു ആൾജിബ്രിക് നമ്പറും B എന്ന് പറയുന്നൊരു ട്രാൻസെൻഡൻ്റൽ നമ്പറും ആണെങ്കിൽ ഇതിലേത് ഓപ്ഷനാണ് ഇൻകറക്റ്റ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് നോക്കാം. To be algebraic, a number must be a root of a non-zero polynomial equation with rational coefficient. ആൾജിബ്രിക് നമ്പർ ആവാൻ ആ നമ്പർ ഒരു റാഷണൽ പോളിനോമിയലിൻ്റെ റൂട്ടാവണം. ട്രാൻസെൻഡൻ്റൽ നമ്പർ ഇസ് എ കോംപ്ലക്സ് നമ്പർ ദാറ്റ് ഇസ് നോട്ട് ആൾജിബ്രിക്, ദാറ്റ് ഇസ് not a root, that is not a solution of a non-zero polynomial equation with integer or equivalently rational coefficient. ട്രാൻസെൻഡൻ്റൽ നമ്പർ എന്ന് പറയാൻ ആ നമ്പർ ഒരു റാഷണൽ പോളിനോമിയലിൻ്റെയും അല്ലെങ്കിൽ ഇൻറ്റീജർ പോളിനോമിയലിൻ്റെയും റൂട്ടാകരുത്. സോ മോസ്റ്റ് പോപ്പുലർ ട്രാൻസെൻഡൻ്റൽ നമ്പേഴ്സ് ആ പൈ ആൻഡ് ഇ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ വഴിയാണ് ചെക്ക് ചെയ്യുന്നത്. സോ √3 എന്ന് പറയുന്നത് ആൾജിബ്രിക് ഓവർ ഫീൽഡ് ക്യൂ ആണ്. ബിക്കോസ് √3 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ദ പോളിനോമിയൽ x² - 3 ആൻഡ് പൈ എന്ന് പറയുന്നത് ട്രാൻസെൻഡൻ്റൽ നമ്പറാണ്. സോ ഇപ്പോൾ ഞാൻ A+B ചെയ്യാണ്. √3 + പൈ എന്ന് പറയുന്നത് ഇസ് അഗെയിൻ ട്രാൻസെൻഡൻ്റൽ. ബിക്കോസ് നമുക്ക് ഈ നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് ഒരു റാഷണൽ പോളിനോമിയലോ ഇൻറ്റിജർ പോളിനോമിയലോ കിട്ടുന്നില്ല. സോ ഇപ്പോൾ നമ്മൾ AB ചെയ്യുകയാണെങ്കിലും A² + B² ചെയ്യുകയാണെങ്കിൽ ട്രാൻസെൻഡൻ്റലാണ്. ബിക്കോസ് നമുക്ക് പൈ വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ √3 + π², പൈ വാല്യൂ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പൈ വാല്യൂ വരുന്നില്ലെങ്കിൽ നമുക്ക് ആൾജിബ്രിക് എന്ന് പറയാം. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് A+B ആൾജിബ്രിക്. സോ തേർഡ് ഓപ്ഷനാണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 49. The degree of splitting field of x³ - 2 over QS. സോ ഈ പോളിനോമിയലിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡിൻ്റെ ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ടത് ഓവർ Q. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ യൂസ് ചെയ്ത ഈ കോൺസെപ്റ്റ്സ് നോക്കാം. സോ x/p - 2ൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് p√2 ψ/k 0 < or k < p. psi എന്ന് പറയുന്നതിൻ്റെ വാല്യൂ e⁻²πi/p. ആൻഡ് x/p - 2 എന്ന് പറയുന്നത് സെപ്പറബിൾ ഓവർ Q ആണ്. ആൻഡ് ഈ പോളിനോമിയലിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് = Q ഓഫ് p√2, ψ. ആൻഡ് ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡിൻ്റെ ഡിഗ്രി ഓവർ Q എന്ന് പറയുന്നത് ഇസ് ഓഫ് ഡിഗ്രി p × p-1. സോ ഇവിടെ ഇത് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ഈ ഫോർമുല ഓർമ്മയുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങൾക്ക് ടൈമും ലാഭമാണ്. സോ നിങ്ങളിത് മനസ്സിലാക്കി പഠിക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന പോളിനോമിയൽ x³ - 2 ആണ്. സോ ഇവിടെ p എന്ന് പറയുന്നത് 3 ആണ്. സോ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് Q ഓഫ് √2, ψ. സൈൻ്റെ വാല്യൂ ആവശ്യമില്ല ഇവിടെ. ആൻഡ് ഇറ്റ്സ് ഓഫ് ഡിഗ്രി 3 × 3-1. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. സോ ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 6 ആണ്. സോ ഓപ്ഷൻസ് നോക്കാം. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ് കറക്റ്റ്. Next question, question 58. The number of subgroups of order 5 of group of order 20 is. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഡർ 20 തന്നിട്ടുണ്ട്. അതിൽ എത്ര 5 ഓർഡേർഡ് സബ് ഗ്രൂപ്പ്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് നോക്കാം. G എന്ന് പറയുന്നൊരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ and p/n divides order of G but p/n + 1 does not divides order of G ആണെങ്കിൽ G has a subgroup of order p/n and ആ സബ് ഗ്രൂപ്പിന് നമ്മൾ വിളിക്കുന്ന പേര് p-silo subgroup of order p/n. ആൻഡ് തേർഡ് സൈലോ തിയറം പറയുന്നത് നമ്പർ ഓഫ് p-silo subgroups of group G എന്ന് പറയുന്നത് np = 1 + pk
where 1 plus pk should divide order of G divided by P. So ഇവിടെ നമുക്ക് number of subgroups of order 5 ആണ് വേണ്ടത്. സോ അതെന്ന് പറയുന്നത് നമ്മുടെ essentially 5 silo subgroup of G ആണ്, because 5 divides order of G ആണ്, but 5 square does not divides order of G. So this implies G has subgroup of order 5. So അതിന് നമ്മൾ വിളിക്കുന്ന പേര് 5 silo subgroup of order 5. ഇപ്പോൾ നമ്മൾ തേർഡ് സൈലോ തിയറം യൂസ് ചെയ്ത് എത്ര നമ്പർ ഓഫ് subgroups of order 5 ഉണ്ടെന്ന് കണ്ടുപിടിക്കാമോ. ദാറ്റ് ഈസ് നമ്പർ ഓഫ് 5 silo subgroups of order 5. So that is n5 is equal to 1 plus 5k, and 1 plus 5k should divide 4. ഇത് പോസിബിൾ ആവുന്നത് k equal to 0 മാത്രമാണ്. So number of 5 silo subgroup എന്ന് പറയുന്നത് n5 is equal to 1 plus 5 into 0, that is equal to 1. So number of subgroups of order 5 എന്ന് പറയുന്നത് 1 ആണ്. So നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. So കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്.